ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാർ മെഷീൻ എന്ന നെറ്റ്ഫ്ലിക്സിലെ പുതിയ പടത്തിൻ്റെ റിവ്യൂ ആണ്. 1.25 മണിക്കൂറിലുള്ള ഈ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആക്ഷൻ ഡ്രാമ പടം ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ആൻഡ് ദിസ് ഫിലിം ഈസ് ഓഫ് കോഴ്സ് ഇന്ന് മെയിൻ നടൻ ആലൻ റിച്ചൻസൺ ആണ്. ഈ ജാക്ക് റീച്ചർ എന്ന് പറഞ്ഞ സീരീസിലൊക്കെ കണ്ടിട്ടുണ്ടാകും പുള്ളി ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒരു യൂട്യൂബ് ഷോർട്സിലാണ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണേന്ന് അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വെച്ചൊരു വീഡിയോ ഗെയിമിലെ ഒരാളാന്ന് വിചാരിച്ചു. കാരണം അത്രയും പെർഫെക്റ്റ് ഫേസ്, ശരിക്കും ഒരു വീഡിയോ ഗെയിം ക്യാരക്ടർ ലൈവ് ആയിട്ട് വന്ന പോലെയാണ് എനിക്ക് പുള്ളിനെ കണ്ടപ്പോൾ ആദ്യമായിട്ട് തോന്നിയത്. പുള്ളിക്കാരൻ ലൈക്ക് അൺറിയൽ, അത്രയും ഒരു ഫിസിക്കും ബോഡിയും ലുക്കും എല്ലാം കൊണ്ട് ശരി മനുഷ്യനാണെന്ന് തോന്നുന്നു, ഒരു വീഡിയോ ഗെയിം ക്യാരക്ടറാണെന്ന് തോന്നുള്ളൂ. ആ പുള്ളിക്കാരനാണ് ഈ പടത്തിലെ മെയിൻ നടൻ. ആൻഡ് ദിസ് ഫിലിം സ്പോയിലറൊന്നുമില്ല, വാസ് വൺ ടൈം വാച്ചബിൾ അടിപൊളി പടം എന്ന് പറയാം. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള പാസ് ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ, കുറച്ച് അഡ്വഞ്ചർ, ഒരു ഭയങ്കര ഹൈ ഓക്ടെയിൻ ആക്ഷൻ ഫിലിമാണ് ഈ പടം. എസ്പെഷ്യലി ജെയ്സൺ സ്റ്റാഥത്തിന്റെ പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പടം ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു പടമാണിത്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ, ഓഫ് കോഴ്സ് മെയിൻ ഇഷ്യൂസ് ഉണ്ട്, പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. എനിക്ക് ആദ്യം പറയാനുള്ള ഫസ്റ്റ് എൻ്റെ ആക്ടിങ്ങിനെ കുറിച്ചാണ്. ആലൻ റിച്ചൻസൺ, ഞാൻ ആക്ച്വലി ഈ പുള്ളിക്കാരനെ കണ്ടപ്പോൾ ശരിക്കും ഇത് മറ്റൊരു റോക്കാണോ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. റോക്കിനെ പോലെ തന്നെ ലൈക്ക്, ബട്ട് റോക്ക് ഇസ് വേ മോർ ഫൺ, കുറച്ചുകൂടി രസമാണ് റോക്കിനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഈവൻ ദോ ആക്ടിങ്ങിൽ പുള്ളി അങ്ങനെയൊക്കെയാണെന്ന് പറയാനെങ്കിലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് റോക്കിനെ. അപ്പോൾ പുള്ളിക്കാരൻ ഈ സ്മാഷിംഗ് മെഷീനൊക്കെ ചെയ്തപ്പോൾ പുള്ളിക്കാരൻ വലിയൊരു നടനാണെന്ന് പുള്ളി തെളിയിച്ചു. അതേപോലെ തന്നെ ഈ പുള്ളിക്കാരൻ പക്ഷേ ആക്ടിങ് വൈസ് വാസ് ഗുഡ്. ആക്ടിങ് പുള്ളിയുടെ കൊള്ളാം. അല്ലാതെ ഒരു സ്റ്റോൺ ഫേസ് അല്ലെങ്കിൽ ഒരു വലിയൊരു ബിഗ് മസ്കുലർ ഗായ് അത് മാത്രമല്ല പുള്ളിക്കാരൻ, ഒരു നല്ലൊരു ഗ്രൗണ്ടഡ് ആക്ടിങ് പരിപാടിയും കൂടി ഉണ്ട്. നമ്മളുടെ ജോൺ സീനെ പോലെ തന്നെ ഇറ്റ്സ് എ ഗുഡ് ആക്ടർ. നമ്മുടെ ഡേവ് ബാറ്റിസിനെ പോലെയൊക്കെ തന്നെ ഈസ് റിയലി ഗുഡ്. ആക്ഷൻ അടിപൊളിയാണ്, ബട്ട് ആക്ടിങ് ഇസ് ഓൾസോ റിയലി ഗുഡ്. ആൻഡ് ഈ പടത്തിൽ അങ്ങനെ ആക്ടിങ് ബേസ്ഡ് പടമല്ല, ഒരു ഹൈ ആക്ഷൻ ഒക്ടെയിൻ ഭയങ്കര ത്രില്ലിങ് ടൈപ്പ് പടമാണ്. ബട്ട് ഇതിൻ്റെ വേറൊരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ നെറ്റ്ഫ്ലിക്സ് പടങ്ങളുടെ ഒരു മെയിൻ പ്രോബ്ലമാണിത്. അവർക്ക് ഈ അറ്റൻഷൻ സ്പാനിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത്ര അറ്റൻഷൻ സ്പാൻ ഇല്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എത്ര പേർക്ക് മുഴുവൻ കാണാൻ പറ്റുമെന്നറിയാം. അത്ര അറ്റൻഷൻ സ്പാൻ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മടുത്തു തുടങ്ങും. എന്താണ് ഒരുമാതിരി, എനിക്കൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഒരു എഡിറ്റിംഗ് പാറ്റേൺ ഇല്ല. ഓഫ്കോഴ്സ് ഈ വീഡിയോ പോലെ തന്നെ സ്ട്രെയിറ്റ് വീഡിയോ, തുടക്കം മുതൽ അവസാനം വരെ ഒറ്റ ഒരു ഫ്ലോ ആണ്. അതേപോലെ തന്നെ ഈ പടങ്ങളിൽ അങ്ങനെ ഒരു ബോറിങ് വരാതിരിക്കാൻ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര കട്ടിങ് ഒക്കെ ഭയങ്കര കട്ടിങ് ആണ്. പിന്നെ ഒരു രീതിയിലും ബോറടിക്കാത്ത രീതിയിൽ വളരെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കട്ടിങ്. അതുപോലെ തന്നെ മ്യൂസിക്, ഓരോ 10 സെക്കൻഡ് ഒരു 5 മിനിറ്റ് അതിൻ്റെ ഒക്കെ എന്തെങ്കിലും സംഭവിക്കും. ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ഒരു ആക്ഷൻ സീനാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊമെന്റ് എന്തായാലും ഉണ്ടാക്കണം. എനിക്കൊന്ന് ഓൾമോസ്റ്റ് ലൈക്ക് അവരുടെ ഒരു ഇതാണ് നെറ്റ്ഫ്ലിക്സുകാരുടെ. അങ്ങനെ എന്തായാലും വേണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഓഡിയൻസിന് ബോറടിക്കുന്ന മേ ബി ബിക്കോസ് ഇറ്റ്സ് ഒരു ആക്ഷൻ ഫിലിം ആയത് കാരണം എസ്പെഷ്യലി ഇതിനെന്തായാലും വേണ്ടി വരും. അത് ഈ പടത്തിന് വലിയ വിസിബിൾ ആണ്. അതാണ് മെയിൻ ആയിട്ടുള്ള നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഓഫ് കോഴ്സ് ഡ്രാമയുണ്ട് ഈ പടത്തിന് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം നല്ല ഡ്രാമയും നല്ല ആക്ഷനും ഒക്കെ ഉണ്ട്. ഒരു റൈറ്റിംഗ് ഉണ്ട്, ഭയങ്കര ബേസിക് ആണ്. പടം എല്ലാവർക്കും മനസ്സിലാവും, വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു സ്റ്റോറി ലൈൻ ഈ പടത്തിനുണ്ട്. അതാണ് ഒരിക്കലും ലൈക്ക് ഒരു കൺഫ്യൂഷൻ തോന്നൂല. ലൈക്ക് ഒരു ഇതുണ്ട്. ബേസിക്കലി ഇതിൻ്റെ പ്ലോട്ട് എന്ന് വെച്ചാൽ, അത് ഞാൻ ആദ്യമേ പറയേണ്ടത്, ഇതിൻ്റെ പ്ലോട്ട് ഞാൻ സ്പോയിലർ പറയണമെന്നില്ല. ബട്ട് ഒരു വാർ മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ മാർക്കറ്റ് പണിയുന്നു. അതാണ് ബേസിക്കലി ഇതിൻ്റെ പ്ലോട്ട്. പ്രത്യേകിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. അതാണ് മെയിൻ പ്ലോട്ട്. അതിൽ കൂടുതൽ പറഞ്ഞാൽ പിന്നെ സ്പോയിലർ ആയിപ്പോൾ. മ്യൂസിക് ഇറ്റ്സ് ദെയർ, ഭയങ്കര വിസിബിലിറ്റി ഒന്നുമില്ല, ഇറ്റ്സ് ദെയർ. ആൻഡ് സിനിമാറ്റോഗ്രഫി നല്ലതാണ്. വിഷ്വൽസ് കൊള്ളാം, നല്ല കാശ് മുടക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇങ്ങനൊരു പടങ്ങൾക്ക് അധികം കാശ് മുടക്കാറില്ല, എന്നാലും ഇവർ കാശ് മുടക്കി, വിച്ച് ഈസ് ഗുഡ്. ആൻഡ് അതിൽ കൂടുതൽ പറയാനില്ല. പ്രോസായിട്ട് നല്ല കാര്യം പറയാന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ആക്ഷൻ കൊള്ളാം, ടൈറ്റാണ് പടം, അങ്ങനെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. അടുത്ത റൂമിൽ വേൾഡ് കപ്പ് കിടക്കുകയാണ്, അത് കാരണം ചില ശബ്ദങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. സോറി ഫോർ ദാറ്റ്. ആൻഡ് ഒരു മിനിറ്റ്, നിർത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ കമൻറ്റ് ബോക്സിൽ പറയുക. ആൻഡ് ബൈ.